केरल विधानसभा चुनाव नजदीक आने के साथ ही चुनाव प्रचार रफ्तार पकड़ रहा है। एर्नाकुलम जिले के कलमसरी सीट पर मौजूदा विधायक पी राजीव ने घर घर जाकर मतदाताओं से संपर्क करना शुरू कर दिया है। एलडीएफ सरकार में उद्योग और कानून मंत्री राजीव उस सीट पर मजबूती हासिल करने की कोशिश कर रहे हैं, जहां पिछले चुनावों में बेहद कड़ा मुकाबला रहा है। कलमसरी मध्य केरल का प्रमुख औद्योगिक केंद्र है। यहाँ कई उद्योग और तेजी से बढ़ती शहरी आबादी है। यहाँ विकास और रोजगार प्रमुख चुनावी मुद्दे हैं। इंडियन यूनियन मुस्लिम लीग की लगातार 2 जीत के बाद 2021 में राजीव ने एलडीएफ के टिकट पर इस सीट पर कब्जा किया था। मतदाताओं का एक वर्ग विकास कार्यों का हवाला देते हुए मौजूदा विधायक का खुलकर समर्थन कर रहा है। കളമശ്ശേരി മണ്ഡലത്തിൽ നല്ലൊരു വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് ഈ പ്രാവശ്യം നല്ലൊരു നേട്ടത്തിൽ കൂടെ നല്ല വിജയം കൈവരിക്കും. കോൺഗ്രസിന് സീറ്റ് 2 പ്രാവശ്യം ഉണ്ടായ സീറ്റാണ്. കോൺഗ്രസ് തന്നെ കാട്ടിക്കളഞ്ഞാണ്. അവർക്ക് തമ്മിൽ തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസിൽ ഉള്ളത്. അതുകൊണ്ട് അവർ ജയിക്കാൻ സാധ്യതയില്ല ഇവിടെ ഈ പ്രാവശ്യം. രാജീവ് തന്നെയാണ് ഈ പ്രാവശ്യം ജയിക്കുള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള വികസനം, എല്ലാ തരത്തിലുള്ള വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ റോഡോ പാലങ്ങളോ പണിയിലല്ല. മനുഷ്യനാവശ്യമായ വിദ്യാർത്ഥികൾ മുതൽ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വികസനമാണ് എറണാകുളം കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരുന്നത്. ഇപ്പം നമുക്കറിയാലോ, അമ്മയും കുഞ്ഞും വാർഡ് 915 കിടക്കുകളുള്ള അമ്മയും കുഞ്ഞും വാർഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ സെൻറ്റർ 450 കോടി രൂപയുടെ. നിങ്ങൾ പോയി കണ്ടിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കളമശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പാലങ്ങൾ, തോടുകൾ, ഒരു വെള്ളക്കെട്ട് ഈ 5 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കളമശ്ശേരി മണ്ഡലത്തിൽ സമഗ്രമായ വികസനം നടത്തിയിട്ടുണ്ട് പി രാജീവ്. അത് എല്ലാവർക്കും ഒപ്പമാണ് രാജീവ്. കൃഷിക്കൊപ്പം, അതുപോലെ തന്നെ കർഷകർക്കൊപ്പം, എല്ലാവർക്കും ഒപ്പം. അപ്പം അതുകൊണ്ട് തന്നെ രാജീവിനൊപ്പം എല്ലാവരും ഉണ്ടാവും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ രാജീവ് ഇവിടെ വിജയിക്കും. അതാണ് പറയാനുള്ളത്. राजीव का निजी निवास इसी सीट में है, लिहाजा आम लोगों के बीच उनकी मौजूदगी और सुलभता ने भी लोगों की सोच पर असर डाला है. രാജീവ് സാർ എൻ്റെ അയൽക്കാരനാണ്. പുള്ളി വീട് പണിത് അവിടെ താമസിക്കുന്നതാണ് ഫാമിലിയായിട്ട്. പുള്ളി മന്ത്രി ആയതിനു ശേഷം അതിനു മുമ്പും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം മന്ത്രി ആയതിനു ശേഷവും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട് വെച്ചു കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക്. പിന്നെ റോഡിൻ്റെ പണി, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ കാരണം നമുക്ക് അറിയാം, കറക്റ്റായിട്ട് അറിയാം. നല്ലൊരു പാവപ്പെട്ട ഇപ്പോൾ ഒരുപാട് പുരോഗമനം വന്ന് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജീവ് സാറ് മന്ത്രി ആയതിനു ശേഷം പല സ്ഥലങ്ങളിലും ഒരുപാട് പുരോഗമനവും റോഡും എല്ലാം നല്ല ക്ലിയറായിട്ട് ആളുകൾക്കും അതുപോലെ ഒരുപാട് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്. हालांकि कुछ लोगों का मानना है कि राजीव के लिए राह आसान नहीं होगी. उन्हें मतदाताओं को यकीन दिलाना होगा कि उन्होंने धरातल पर वास्तविक बदलाव किए हैं. വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ജയിച്ചത് കോൺഗ്രസിലെയും UDF-ലെ കുത്തിത്തിരിപ്പുകളോട് രാജീവ് ജയിച്ചത്. ഇപ്രാവശ്യം രാജീവ് ജയിക്കണമെങ്കിൽ രാജീവിന്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. പ്രവർത്തന മികവ് എന്ന് വെച്ചാൽ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, നിയമമുണ്ട്. ഇതൊരു വ്യവസായ മേഖലയാണ് കളമശ്ശേരി. ഇവിടെ ചെയ്തിട്ടുള്ള വ്യവസായത്തിലെ എന്താണ് വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കുന്നത്, പിന്നെ പുതിയ ഒരു 100 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ടാണ് ജനം വിലയിരുത്താൻ കഴിയുള്ളൂ. राजीव इन उम्मीदों पर खरा उतरने को लेकर आश्वस्त नजर आते हैं. उद्योग मंत्री के रूप में अपने कार्यकाल का जिक्र करते हुए वे राज्य में औद्योगिक विकास को बढ़ावा देने की कोशिशों पर जोर देते हैं. I had been elected by the voters of the Kalamassery in the last elections. Only because of that I could be the Minister for Industries and Law of the state of Kerala. Then I could transform the industrial sector as per the policies and program of the left democratic government under the leadership of the Chief Minister as a best destination for investment of the country. Kerala had been ranked the number 1 in ease of doing business, that is Business Reform Action Plan. Consistently we could maintain the position in the last ranking also. And in this constituency, I have mooted in train that is Oppam, always with the people, that covers all areas.
and I had tried my best to be the representatives of the people. यूडीएफ ने राजीव के सामने इंडियन यूनियन मुस्लिम लीग के अब्दुल गफूर को मैदान में उतारा है। वे सीट को वापस पार्टी झोले में डालने को लेकर आश्वस्त हैं। गफूर का दावा है कि लोग एलडीएफ के 10 साल के शासन के बाद बदलाव चाहते हैं। We are very confident, people of Kerala is fed up with the last 10 years rule of LDF, and people of Kerala need a change, and they are expecting a change. Last municipal panchayat elections also we saw that trend. Then that trend is going to be repeated. The last our opposition leader conducted a Pudiyuga Yatra, and after that there is a very good trend for UDF in Kerala. यूडीएफ समर्थकों का कहना है कि पिछली हार महज इत्तेफाक थी। गफूर ये सीट जीतेंगे जिस पर उनके पिता 2 बार काबिज थे। കളമശ്ശേരി മണ്ഡലം ഒരു മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. കളമശ്ശേരിയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത് 2011 മുതൽ 16 വരെയുള്ള ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു വികസനവും കരുതലും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സുവർണകാലം തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFന്റെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ ഒരു ചെറിയ ഒരു അശ്രദ്ധ മൂലം പോയ ഒരു സീറ്റാണ്. ഇന്നിപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് ഗഫൂർ. അദ്ദേഹം നടത്തുന്ന ഓരോ പരിപാടികളും ഭയങ്കര ജനങ്ങളുടെ ഒരു വികാരമാണ് കാണുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇത് UDFന്റെ ഒരു കോട്ടയായി അടുത്ത 9-ാം തീയതി വരുമ്പോൾ ഈ UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. मध्य केरल के औद्योगिक बेल्ट में चुनावी मुकाबला दिलचस्प होगा। दोनों पक्ष अपनी जीत का दावा कर रहे हैं। केरल विधानसभा की सभी 140 सीट के लिए 9 अप्रैल को मतदान होंगे। वोटों की गिनती 4 मई को होगी। उस दिन साफ हो जाएगा कि मतदाताओं ने किसके सिर पर कलमसरी का ताज सजाया है।